കഴിഞ്ഞ എപ്പിസോഡിൽ അലീനയെ കാണാൻ കുളത്തൂപ്പുഴയ്ക്ക് വന്ന ബാലചന്ദ്ര മേനോനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അങ്ങനെ ബാലചന്ദ്രൻ കുളത്തൂപ്പുഴയ്ക്ക് വന്നപ്പോൾ സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി ബാലചന്ദ്രനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ അലീനയെ വിവാഹം കഴിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ മരിച്ചുപോയി എന്നായിരിക്കും ഞാൻ ആ വീട്ടുകാരോട് പറയുക. അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളും അമ്മയുടെ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ ബന്ധവും അവൾ തുടരുന്നതിൽ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോൻ ഇനി ഇങ്ങോട്ട് വരുന്നത് തടയണം. ബാലചന്ദ്ര മേനോനും ബന്ധുക്കളൊന്നും ഇങ്ങോട്ട് വരാനോ വിളിക്കാനോ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ അന്ന് ബാലചന്ദ്രൻ വീട്ടിലെത്തിയപ്പോൾ വൈജി ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ ഇന്ന് കടയിലില്ലായിരുന്നു, ഞാൻ കടയിലോട്ട് വിളിച്ചിരുന്നല്ലോ എന്ന്. അങ്ങനെ അതിൻ്റെ പേരിൽ ബാലചന്ദ്രനും വൈജയും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അപ്പോൾ വൈജി ചോദിക്കുകയാണ്, നിങ്ങൾ അലീനയെ കാണാൻ പോയിരിക്കുകയാണെന്ന് എനിക്കറിയാം, എന്തുകൊണ്ട് അലീന ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എന്താണ് നിങ്ങൾ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് എന്ന് പറഞ്ഞ് വൈജിയും ബാലചന്ദ്രനും തമ്മിൽ പ്രശ്നമുണ്ടാകുകയാണ്. അതിനുശേഷം ബാലചന്ദ്രനെ കാണാൻ രോഹിത്തും മുറിയിലോട്ട് വരികയും രോഹിത്ത് ചോദിക്കുകയാണ് ബാലചന്ദ്രനോട്, എന്താ അച്ഛാ അലീന ചേച്ചിയിട്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ സഹോദരിയാണ്, യഥാർത്ഥ സഹോദരിയാണ് അലീന എന്നുള്ള സത്യം രോഹിത്തിനോട് ബാലചന്ദ്രൻ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ എപ്പിസോഡുകളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് കൂടെ അറ്റാച്ച് ചെയ്യാം. അത് കാണാത്തവർ അത് കാണുക. കാരണം രോഹിത്തിൻ്റെ പെങ്ങളെ തിരിച്ചറിയുന്ന നിമിഷം അത് വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ രോഹിത്തിന് അലീനയെ കാണാൻ ആഗ്രഹമായി. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടി രോഹിത്തിനെയും കൂട്ടി കുളത്തൂപ്പുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ പക്ഷേ ഇതൊന്നും അലീന അറിഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ കുളത്തൂപ്പുഴയിലേക്ക് പോയിട്ടുള്ള കഥയൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രനും രോഹിത്തും കൂടിയിട്ട് പോവുകയാണ്. ഇതേ സമയം അലീന വീട്ടിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധക്കുട്ടിച്ചാനും അവളുടെ കൂടെയുണ്ട്. അപ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോൺ കേൾക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കും, പപ്പയുടെ വണ്ടിയാണോ എന്ന് വിചാരിച്ചിട്ട്. കാരണം പപ്പയും പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് അതും കടപ്പാട്ടൂർ അച്ഛൻ്റെ കാറ്. അപ്പോൾ അലീനയൊക്കെ ആകെ ഒരു അതിശയമായി. 2 ദിവസം മുൻപാണല്ലോ അച്ഛൻ വന്ന് പോയത് എന്ന്. കൂടെ അവധക്കുട്ടിച്ചായനും ആ കാറ് തിരിച്ചറിയുന്നുണ്ട്. ഇതാ ബാലചന്ദ്ര മേനോൻ്റെ കാറല്ല, അയാളല്ലേ 2 ദിവസം മുൻപ് ഇങ്ങോട്ട് വന്ന് പോയത്. ഇനിയും വന്നു കഴിഞ്ഞാൽ ആലിച്ചനതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അയാളാകെ പെറുപിറുക്കുകയാണ്. അപ്പോഴേക്ക് കാറ് മുറ്റത്തെത്തി. അപ്പോൾ അലീന ഓടി ചെന്നിട്ട് ചോദിക്കും, അച്ഛൻ പിന്നെയും വന്നത്, എന്ത് പറ്റി? അവൾക്ക് ആകെ ഒരു ഉത്കണ്ഠയായിരുന്നു. അപ്പോൾ ബാലൻ പറയും, നീ പേടിക്കേണ്ട മോളെ, ഞാൻ മാത്രമല്ല രോഹിത്തുണ്ട്, അവന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ കാറിൻ്റെ ഉള്ളിലോട്ട് നോക്കും. അപ്പോൾ കാറിലാണെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ മുഖമാകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾ ബാലൻ്റെ മുഖത്തോട്ട് നോക്കുകയാണ്. ബാലനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങളുടെ എല്ലാം കിടപ്പുന്നുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു അലീനയുടെ മുഖത്ത്. അങ്ങനെ അലീന പറയും, നീ എന്താണ് കാറിൽ തന്നെ ഇരിക്കുന്നത്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, മോളെ നീ അവനോട് ഇപ്പോൾ ഇവിടെ ഒന്നും സംസാരിക്കേണ്ട, നീ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി സംസാരിക്കുക എന്ന് പറയും. അങ്ങനെ അവനെ കൂട്ടിയിട്ട് അലീന റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചോദിക്കും, രോഹിത്തെ എന്ത് പറ്റി നിനക്ക്, നിൻ്റെ മുഖം എന്താ വല്ലാതെ എന്ന്. അപ്പം അവൻ ദയനീയമായിട്ട് അലീനേനെ നോക്കിയിട്ട് പറയുകയാണ്, ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഹൃദയം പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് അലീനയ്ക്ക് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാകുന്നത്. അലീന പറയും, കരയല്ലേ മോനെ, നീ കരയല്ലേ, എനിക്ക് നീ കരയുന്നത് കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ അവൻ്റെ ഹൃദയഭാരം താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ അറിയാതെ ചെയ്തു പോകണമാണ് ചേച്ചി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവൻ നിലത്തിരുന്നിട്ട് അവളെ കാല് പിടിക്കുകയാണ്. അപ്പോഴാണ് വെച്ചെങ്കിൽ അവൾ പറയും, നീ എൻ്റെ കാലൊന്നും പിടിക്കല്ലേ മോനെ, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം, നീ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോൾ രോഹിത്താണെങ്കിൽ അലീനയുടെ മടിയിൽ തല വെച്ചിരുന്ന് കരയുകയാണ്. അപ്പോൾ ഇവരെ കുറച്ച് നേരമായിട്ട് കാണാതെ ആയപ്പോൾ ബാലൻ ആ റൂമിലോട്ട് കയറി വരികയാണ്. അപ്പോൾ റൂമിലോട്ട് കയറി വരുമ്പോൾ അലീന കട്ടിലിരിക്കുന്നുണ്ട്, രോഹിത്ത് നിലത്തും. അവൻ്റെ തല അലീനയുടെ മടിയിലാണ് വെച്ചിരിക്കുന്നത്. അവളാണെച്ചെങ്കിൽ തല ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനാകെ വിഷമാണ്. അപ്പോൾ ബാലനെ അലീന കാണും. അപ്പോൾ നീ ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ബാലൻ്റെ അലീന പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, അച്ഛനെന്താ ഇവിടെ നിന്നത് എന്ന്. അപ്പോൾ ബാലൻ പറയും, ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ നിന്നതാണ്, അവനോട് എല്ലാം പറയേണ്ടി വന്നു മോളെ, നിന്നോട് സോറി പറയാനും കൂടിയാണ് ഞാൻ നിന്നത് എന്ന്. എനിക്ക് പറയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. നമുക്കൊരു അഭിമാനമില്ലേ, ആ അഭിമാനത്തിൻ്റെ മീതെ ഒരു ചോദ്യം വന്നപ്പോഴാണ്
എനിക്ക് അവനോട് പറയേണ്ടി വന്നത് എന്ന്. അപ്പോൾ അലീന പറയും, ഞാനും കൂടുതലായിട്ട് ചോദിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി അച്ഛാ അച്ഛൻ്റെ വിഷമം എന്താണെന്ന്. എന്തായാലും ഒരു സന്തോഷം എനിക്കുണ്ട്, അവൻ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഓടിയെത്തിക്കോളുമല്ലോ. ആര് ചോദിച്ചാലും അവന് പറയുകയും ചെയ്യാം അവൻ്റെ ചേച്ചിയാണ് ഞാനെന്ന്. അതെനിക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ ബാലൻ പറഞ്ഞു, ഓ എനിക്ക് ആകെ ടെൻഷനായിരുന്നു, ഞാൻ വിചാരിച്ചു നീ എന്നെ വഴക്ക് പറയുമെന്ന്. ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നുന്നു എന്ന് ബാലൻ പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എന്തിനാ അച്ഛനെ ഞാൻ വഴക്ക് പറയുന്നത്, എനിക്ക് അച്ഛനെ കിട്ടി, എൻ്റെ കൂടപ്പിറപ്പുകളെ കിട്ടി, ഇതെല്ലാം അച്ഛൻ കാരണമല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലൻ പറയുകയാണ്, ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണ് എന്ന്. അപ്പോൾ അലീന പറയും, അതൊന്നും പറ്റില്ല, ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ബാലൻ, അതൊന്നും പറ്റില്ല മോളെ, സ്റ്റാൻലി വരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, എന്നെ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെടില്ല, അയാളുടെ പെരുമാറ്റം എനിക്കും പിടിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അലീന പറയും, പപ്പ അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, അച്ഛന് അനിഷ്ടം കാണും, പക്ഷേ അതൊന്നും പ്രശ്നമുള്ളതല്ല എന്ന്. അപ്പോൾ ബാലൻ പറയും, അത് ശരിയാവില്ല മോളെ എന്ന്. അപ്പോൾ അലീന എന്ന് പറയും, എന്നൊരു ചായ കുടിക്കാം, അതിന് വിലക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അലീന ചായ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ രോഹിത്തും ബാലനും കൂടി ചായ കുടിക്കാൻ വരികയാണ്. അപ്പോൾ രോഹിത്തിനെ അവധക്കുട്ടിച്ചായനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവധക്കുട്ടിച്ചായ വല്യപ്പച്ചായ ഇതാണ് എൻ്റെ അനിയൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവധക്കുട്ടിച്ചായൻ പറയും, എനിക്ക് മനസ്സിലായി എന്ന്. അങ്ങനെ അവർ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അലീന പറയാണ്, അച്ഛൻ വേണമെങ്കിൽ പൊക്കോ, രോഹിത്ത് ഇന്നിവിടെ നിന്നോട്ടെ എന്ന്. ബാലൻ ആകെ അമ്പരന്ന് പോയി, നീ എന്താ പറയുന്നത് മോൾ, അവനിവിടെ നിൽക്കാനോ, സ്റ്റാൻലി വരുമ്പോൾ അവനെ ഓടിക്കും. ഒരു ഓടിക്കലും ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അപ്പം ബാലൻ പറയും, ഞാൻ അവനെ കൊടുന്നതാണോ അപ്പം അബദ്ധമായത്, നീ മോളെ ഇങ്ങനത്തെ വാശിയൊന്നും പിടിക്കില്ലേ, അവനെ ഏപ്രിലിൽ എക്സാം തുടങ്ങുകയാണെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, അവനെ ഇന്ന് ഇവിടെ നിൽക്കട്ടെ, എനിക്കും അവനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ശരി എന്നാൽ നിന്നോട്ടെ, നാളെ തന്നെ പറഞ്ഞയക്കണമെന്ന്. ശരി അച്ഛൻ, ഞാൻ പറഞ്ഞയച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാണ്. ഇപ്പോഴാണ് അവധക്കുട്ടിച്ചായൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അവധക്കുട്ടിച്ചായൻ ചോദിക്കും, ഈ കൊച്ചൻ പോയില്ലേ? അപ്പോൾ അലീന പറയും, ഇല്ല അപ്പച്ച, ഇന്ന് രോഹിത് എൻ്റെ കൂടെ നിൽക്കുകയാണ്, ഞാൻ അവിടെ നിർത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അലീന രോഹിത്തിനെ കൊണ്ട് അടുക്കളയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവധക്കുട്ടിച്ചായനാണെച്ചെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം പാലയിൽ നിന്ന് ആരും വരുന്നത് സ്റ്റാൻലിക്ക് ഇഷ്ടമല്ല എന്ന് അവധക്കുട്ടിച്ചായൻ അറിയായിരുന്നു. അപ്പോൾ ഇതേ സമയം അലീന അവനെയും കൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. അടുക്കളയിലോട്ട് പോയിട്ട് പറയുകയാണ്, മോനെ ഇന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല, പപ്പയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ് ഭക്ഷണ കാര്യത്തിൽ, സെക്കൻഡ് സൂചി തെറ്റിയാൽ പോലും ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞ അലീന അടുക്കളയിലെ ഓരോ പണികളും ചെയ്യണം. അപ്പോൾ രോഹിത്താണെങ്കിൽ അവിടെയുള്ള അടുക്കളയിലെ സ്ലാബിൽ ചാരി നിന്നിട്ട് അവളെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഇതുവരെ അവന് അലീന എന്നാൽ ഒരു ചേച്ചി മാത്രമായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് അവൻ്റെ എല്ലാ അർത്ഥത്തിലും അവൾ തൻ്റെ സ്വന്തം സഹോദരിയാണ്, ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുത്തവർ. എങ്കിലും വിധി അവരെ ഒരു അനാഥാലയത്തിൽ എത്തിച്ചു. അവനാണെച്ചെങ്കിൽ സമ്പന്നരുടെ മടിത്തട്ടിൽ ലാവിഷായിട്ട് ജീവിച്ചു. ഇതൊക്കെ ആലോചിച്ച് അവൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന ഇതേ സമയം അരിയെടുത്ത് റൈസ് കുക്കറിലിടുന്നുണ്ട്, ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് അലീന ചോദിക്കും, എന്താടാ എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല ചേച്ചി എന്ന് പറയും. അപ്പോൾ രോഹിത്തെ നീ കള്ളം പറയല്ലേ, കാര്യം എന്താണെന്ന് പറയടാന്ന്. അപ്പോൾ അവൻ പറയും, ഒന്നുമില്ല ചേച്ചി, ഞാൻ അറിയില്ലായിരുന്നല്ലോ, എനിക്കത് ആലോചിക്കാൻ വയ്യ, ഞാനും ബബിതയും അമ്മയ്ക്ക് എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ പേര് വരെ പറഞ്ഞിട്ട് നാണം കെടുത്തിയിട്ടുണ്ട്, ചേച്ചിക്ക് അന്ന് അറിയാമായിരുന്നല്ലോ സ്വന്തം അമ്മയാണെന്ന്, എന്നിട്ട് എങ്ങനെ സഹിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതൊന്നും നീ ആലോചിക്കണ്ടടാ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, ഞാനതൊക്കെ സഹിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്തിന് സങ്കടം, ഞങ്ങൾ ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും ചേച്ചിയെന്ന്. രോഹിത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല, അതൊന്നും നീ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി വരുന്നുണ്ട്. സ്റ്റാൻലി വന്നപ്പോൾ അവധക്കുട്ടിച്ചായൻ പറയാണ്, അതെ ആ പാലാക്കാരൻ മേനോൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അയാൾ മാത്രമല്ല അയാളെ മകനെയും കൊടുന്നിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു പോയപ്പോൾ മേനോൻ മാത്രമേ പോയുള്ളൂ, ആ മകനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, മകനോ, അവനൊക്കെ നിർത്തിയോ, എത്ര വയസ്സുണ്ട് അവനെന്ന്? ഒരു 10-20 വയസ്സുണ്ട് എന്ന് അവധക്കുട്ടിച്ചായൻ മറുപടി പറയും. ശരി ശരി ശരി, അപ്പച്ചന് അവനെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്ന് സ്റ്റാൻലി ചോദിക്കണം അവധക്കുട്ടിച്ചായൻ്റെ അടുത്ത്. എടാ ലാലിച്ച, നിനക്ക് മനസ്സിലായോ, പണ്ട് ഒരു പാലായിലൊരു പെൺവാണിഭ കേസില്ലേ, നല്ല
ഭയങ്കര പ്രശസ്തി ഉണ്ടായൊരു പെൺവാണിഭ കേസാണത്. അതിലെ പ്രതി ആയിരുന്നു ഈ ചെറുക്കൻ. ആൻ്റപ്പന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നതല്ലേ. ആൻ്റപ്പനാണ് എന്നോട് പറഞ്ഞത്. പിന്നെ പിന്നെ ഓർത്തെടുത്തപ്പോൾ എനിക്കും ക്ലിയർ ആയിന്ന്. ഓ, അപ്പോൾ സ്റ്റാൻലി പറയണം, അന്ന് പത്രത്തിൽ വായിച്ചത് ഓർക്കുന്നു, ഏതോ ഒരു വ്യാപാരിയായ ബാലചന്ദ്രമേനോൻ്റെ മകനായിരുന്നു ഒരാളെന്ന് എന്ന്. എന്നാൽ അത് തന്നെയാണ് പയ്യൻ എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി റൂമിൽ പോയിട്ട് ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അലീന രോഹിത്തിനെയും കൊണ്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ആ പപ്പ, ഇതാണ് രോഹിത്ത്, എൻ്റെ അനിയൻ എന്ന്. അപ്പോൾ സ്റ്റാൻലി എന്ന് പറഞ്ഞൊന്ന് ഗൗരവത്തിൽ മൂളും. എന്നിട്ട് പറയും, ആ പത്രത്തിൽ കണ്ടായിരുന്നു, ഏതോ ഒരു പെൺവാണിഭ കേസിൽ പ്രതിയായിരുന്നില്ലേ എന്ന്. അത് കേട്ടപ്പോൾ രോഹിത്തിനും അലീനയ്ക്കും ആകെ ഒരു ഇടി വെട്ടിയതുപോലെയാവും. കാരണം അങ്ങനെ ഒരു മറുപടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അപ്പോൾ അവൾ പറയും, എന്നാൽ ശരി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ രോഹിത്തിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ കണ്ണിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന പറയാണ്, നീ വിഷമിക്കേണ്ട മോനെ, പപ്പ ചില സമയത്ത് എങ്ങനെയാണ്, മൂഡ് ശരിയല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് അവൾ പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് അവൾ തനിയെ വന്നിട്ട് സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്, പപ്പ ഈ പറഞ്ഞത് തീരെ ശരിയായില്ല. കാരണം അവൻ എത്രയായാലും എൻ്റെ സഹോദരനാണ്. അന്ന് അവനെ ആ കേസിൽ വെറുതെ വിട്ടതാണ്. ആ പീഡന കേസിൽ പെട്ട പെൺകുട്ടി എന്നെ കോടതിയിൽ വന്നിട്ട് പറഞ്ഞതാണ് ഇവൻ അതിലൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇവൻ്റെ നിരപരാധിത്വം തെളിഞ്ഞത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്കതൊന്നും കേൾക്കേണ്ട താല്പര്യമില്ല എന്ന്. അപ്പോൾ അലീന ദേഷ്യത്തോടെ പോവും. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു ചെറിയൊരു ജാള്യത തോന്നും. അങ്ങനെ രാത്രിയായപ്പോൾ സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ രോഹിത്ത് TV ഇരുന്ന് കാണുന്നുണ്ട് ഡൈനിങ് ഹാളിൽ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കും, എന്നോട് തന്നെയാണ് ഈ ചോദിക്കുന്നത് എന്ന്. രോഹിത്ത് ഒന്ന് മെല്ലെ നോക്കും. അപ്പോൾ നിന്നോട് തന്നെയാണ്, ഭക്ഷണം കഴിച്ചോ എന്ന്. ഇല്ല, കഴിച്ചില്ല എന്ന് പറയും. എന്നാൽ വായോ എന്ന് പറഞ്ഞ് രോഹിത്തിനെയും കൂട്ടിയിട്ട് സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വരികയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ അലീന വിളമ്പി കൊടുക്കും. അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിക്കും. അങ്ങനെ അടുക്കളയൊക്കെ ഒതുക്കി വരുമ്പോൾ നമ്മുടെ സ്റ്റാൻലിയും രോഹിത്തും കൂടി ചെസ്സ് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ ചെസ്സ് കളിയിലാണ് വെച്ചെങ്കിൽ രോഹിത്ത് സ്റ്റാൻലിയെ തോൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവത്ത് കുട്ടിച്ചായം പറഞ്ഞു, മിടുക്കൻ, നല്ല അടിപൊളി മൂവ്മെൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ സ്റ്റാൻലിയും രോഹിത്തിനെ അഭിനന്ദിക്കുകയാണ്, നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ കഥ. മുൻപത്തെ എപ്പിസോഡുകൾ കാണാത്തവർ ഞാനതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യും, അതെല്ലാം കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ബാക്കിയുള്ള എപ്പിസോഡുകൾ മുടങ്ങാതെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. താങ്ക്